വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഫാർമസി ടോപ്പിക്സ് മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന ടോപ്പിക്കിൽ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മോണോബാക്ടം അതുപോലെ തന്നെ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മോണോബാക്ടം? മോണോബാക്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ക്ലാസിഫിക്കേഷനിലുള്ളതാണ്. അപ്പോൾ അതൊരു സിംഗിൾ റിംഗ് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ആണ്. അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് എഫക്റ്റീവ് ആണ്, ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് എഫക്റ്റീവ് അല്ല. എക്സാമ്പിൾസ് ആണ് ആസ്ട്രിയോണം, ടിഗമോണം. രണ്ട് എക്സാമ്പിൾസ് ആണ് അതിൽ പറയുന്നത്. ജനറൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഇവിടെയും വരുന്നത്. അതായത് ട്രാൻസ് പെപ്റ്റിഡേസ് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന്റെ സിന്തസിസിനെ അത് പ്രിവെന്റ് ചെയ്യും. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽ വോളിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി അതുപോലെ തന്നെ റിജിഡിറ്റിക്കൊക്കെ കാരണമാണ്. അപ്പോൾ അതുവഴി നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കൊണ്ട് സെൽ ലൈസിസും ബാക്ടീരിയൽ ഡെത്തും കോസ് ചെയ്യും. ഇതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അടുത്തത് രണ്ട് ഡ്രഗ്സ് ആണ്, ആസ്ട്രിയോണം, ടിഗമോണം. രണ്ട് ഡ്രഗ്സിന്റെയും സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ADR യൂസും. ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വേഴ്സ് എഫക്ട്സ്, അതായത് ആസ്ട്രിയോണത്തിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ് സ്കിൻ റാഷ്, GI അപ്സെറ്റ്. യൂസ് ആണ് ഗ്രാം നെഗറ്റീവ് ഇൻഫെക്ഷൻസ്, ന്യൂ ബോൺ ബേബീസിലൊക്കെ കോസ് ചെയ്യുന്ന ഗ്രാം നെഗറ്റീവ് ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബിസിലിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്, ആസ്ട്രിയോണം. അതുപോലെ തന്നെ ടിഗമോണത്തിന്റെ ADR ആണ് സ്കിൻ റാഷ്, അബ്നോർമൽ ലിവർ ഫങ്ഷൻസ്. യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ തന്നെ നോൺ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന നോൺ ലൈഫ് ത്രെറ്റനിങ് ഇൻഫെക്ഷൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രക്ചറിന്റെ കേസ് പറയുകയാണെങ്കിൽ ആസ്ട്രിയോണും ടിഗമോണും രണ്ട് സ്ട്രക്ചേഴ്സും തമ്മിൽ ഈ ഒരു ഭാഗം ഫുൾ സെയിം ആണ് വരുന്നത്. ഈ ഒരു പൊസിഷനിൽ മാത്രമാണ് എന്ത് വ്യത്യാസം വരുന്നത്. അതായത് ഇവിടെ CH3 രണ്ട് ഇത് വരുന്നുണ്ട്, ഇവിടെ അതില്ല. ബാക്കിയൊക്കെ എന്താണ്, ഈ ആസ്ട്രിയോണും ടിഗമോണം എന്നുള്ളതിൻ്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത്. അത്രയാണ് ആസ്ട്രിയോണും ടിഗമോണം തമ്മിലുള്ള സ്ട്രക്ചറിന്റെ ഡിഫറൻസ് വരുന്നത്. അടുത്തതാണ് ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ. ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിനോടുള്ള മൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിൻ, സെഫലോസ്പോറിൻ, അതിനോടുള്ള മൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണം എന്താണ്, എൻസൈം ബീറ്റ ലാക്ടമേസ് ആണ്. അത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ ലാക്ടമേസ് എൻസൈം കാരണമാണ് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിനോട് മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. എല്ലാ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിനും എന്തുണ്ട്, ഒരു കോമൺ സ്ട്രക്ചർ ആയിട്ട് ബീറ്റ ലാക്ടം റിംഗ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, എല്ലാ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിന് എന്തുണ്ട്, ബീറ്റ ലാക്ടം റിംഗ് പ്രസന്റ് ആണ്. ഈ ബീറ്റ ലാക്ടമേസ് എന്ത് ചെയ്യും, അതിന്റെ ആക്ടിവിറ്റി എങ്ങനെ കാണിക്കുക, ബീറ്റ ലാക്ടം റിംഗിന്റെ ഹൈഡ്രോലിസിസിനെ കാറ്റലൈസ് ചെയ്യും. ബീറ്റ ലാക്ടം റിംഗിന്റെ ഹൈഡ്രോലിസിസിനെ കാറ്റലൈസ് ചെയ്തിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അങ്ങനെ അതിന്റെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, അവിടെ ലോസ് ആവും, നഷ്ടമാവും. അങ്ങനെയാണ് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുക, ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പെൻസിലിൻ. അതായത് ഈ പെൻസിലിൻ എന്ത് ചെയ്തു, ബീറ്റ ലാക്ടമേസിന്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ ആ ബീറ്റ ലാക്ടമേസ് ഈ പെൻസിലിനെ എന്ത് ചെയ്യുക, ഇനാക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ, ബൈ കാറ്റലൈസിങ് ദ ഹൈഡ്രോലിസിസ് ഓഫ് ബീറ്റ ലാക്ടം റിംഗ്. ബീറ്റ ലാക്ടം റിംഗിന്റെ ഹൈഡ്രോലിസിസിനെ കാറ്റലൈസ് ചെയ്തിട്ട് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്, അതാണ് എന്ത്, പെനിസിലോയിക് ആസിഡ്. ഇനാക്റ്റീവ് ആയിട്ടുള്ള പെനിസിലോയിക് ആസിഡ് ഫോം ചെയ്യുന്നത് വഴി ബീറ്റ ലാക്ടമേസ് പെൻസിലിനെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷൻ സെയിം ആണ്. പിന്നെ ഇതൊരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുക ബീറ്റ ലാക്ടമേസ് എൻസൈമിന്റെ. ഇതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു സിനർജിസം പോലെയുള്ള സിനർജിസ്റ്റ് ആണ് അവിടെ നടക്കുന്നത്. സിനർജിസ്റ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സിനർജിസ്റ്റിക് ആക്ടിവിറ്റിക്ക് കാരണം എന്താണ്, ബീറ്റ ലാക്ടമേസ് എൻസൈമിനോടുള്ള അതിന്റെ ഹൈ അഫിനിറ്റി തന്നെയാണ്. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക്സിന്റെ കൂടെ ബീറ്റ ലാക്ടം ഇൻഹിബിറ്റേഴ്സ് കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, ഈ ബീറ്റ ലാക്ടമേസ് കാരണമുള്ള ഡ്രഗിന്റെ ഡീഗ്രഡേഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആന്റിബയോട്ടിക് ആക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ, എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. അതായത് ഒന്നുകൂടി പറയാം, ഈ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിന് എന്തുണ്ട്, ബീറ്റ ലാക്ടം റിംഗ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതിനെ ഹൈഡ്രലൈസ് ചെയ്തതിനെ, അതിനെ കാറ്റലൈസ് ചെയ്തിട്ട് ബീറ്റ ലാക്ടമേസ് എന്ത് ചെയ്യും, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും.
ആ ഒരു ബീറ്റ ലാക്ടമേസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ SAR ആണ്. SAR നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല, ഇതുവരെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇതിൽ വേണ്ടത്. അതായത് ഒരു ബീറ്റ ലാക്ടം റിംഗ് കണ്ടെയ്ൻ ചെയ്യണം ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സിന്. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആവും അവിടെ പ്രൊഡ്യൂസ്ഡ് ആവുക. പിന്നെ നമുക്ക് നൈട്രജൻ ആറ്റം എസെൻഷ്യൽ ആണ്. അവിടെ ഒന്നെങ്കിൽ നൈട്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ഇത് പഠിച്ചല്ലോ, ഈ ഒരു സ്ട്രക്ചർ അതിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നൈട്രജൻ എന്താണ്? എസെൻഷ്യൽ ആണ്. ഈ നൈട്രജനെ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെറ്ററോ ആറ്റം വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഈ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് എന്താണ്? എസെൻഷ്യൽ ആണ്. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കോമ്പൗണ്ട് കിട്ടും. അതിന് ആക്ടിവിറ്റി ഒന്നെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഒരു ന്യൂ കോമ്പൗണ്ട് ഉണ്ടാവും വിത്ത് ഡിക്രീസ്ഡ് ഓർ നോ ആക്ടിവിറ്റി. ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ഓക്കെ, അതത്രേ ഉള്ളൂ. ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ എന്ത് ചെയ്യണം? നമ്മുടെ ബാക്ടീരിയൽ എൻസൈമിനോട്ട് ഇറിവേഴ്സിബിളി ആണ് ബൈൻഡ് ചെയ്യേണ്ടത്, അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ SARൽ വരുന്നത്. അടുത്തത് ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് നമുക്ക് 3 ഡ്രഗ്സ് ആണ് പഠിക്കാനുള്ളത്: ക്ലാവുലാനിക് ആസിഡ്, സൾബാക്ടം, ടാസോബാക്ടം. ക്ലാവുലാനിക് ആസിഡ്, ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമിലാരിറ്റി ഉണ്ട്, നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ക്ലാവുലാനിക് ആസിഡ് ഓക്കെ, ഒരു ബീറ്റ ലാക്ടം റിംഗ് വന്നു, പിന്നെ ഇവിടെ COH ഇവിടെ ഡബിൾ ബോണ്ട് CH3 CH2OH ആണ് വന്നത്. ഇത് ബീറ്റ ലാക്ടമേസിന്റെ പൊട്ടന്റ് ഇൻഹിബിറ്റർ ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക് എപ്പിഡെർമൽ നെക്രോസിസ്, അതുപോലെ തന്നെ സ്കിൻ ഇറപ്ഷൻ ഡ്യൂ ടു അലർജി. ഇതാണ് അതിൻ്റെ ADR വരുന്നത്. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ക്ലാവുലാനിക് ആസിഡ് അമോക്സിസിലിന്റെയും സിപ്രോഫ്ലോക്സാസിന്റെയും കൂടെ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓറലി ആണ് യൂസ് ചെയ്യുക. ഫീവർ പേഷ്യൻസ് വിത്ത് ന്യൂട്രോപീനിയ, അതായത് ക്യാൻസർ കീമോതെറാപ്പി കാരണം ന്യൂട്രോപീനിയ ഉള്ള പേഷ്യൻസിന് ഫീവർ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ക്ലാവുലാനിക് ആസിഡ് ആൻഡ് അമോക്സിസിലിൻ സിപ്രോഫ്ലോക്സാസിൻ കോമ്പിനേഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാവുലാനിക് ആസിഡ് യൂസ് ചെയ്യും. അടുത്തതാണ് സൾബാറ്റം. സൾബാറ്റം പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് എന്താ? ഈ ഒരു O അല്ലേ, ഈ ഓക്സിജൻ അതിന് മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? S ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഇതായിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് CH2 CH2OH ഉള്ളത് CH3 ആയിട്ട് മാറും. ഇത് രണ്ടുമാണ് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇതൊരു ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റർ ആണ്. അതിന് വീക്ക് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. അത് സോഡിയം സോൾട്ട് ഫോമിലാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അതായത് ഇവിടെ CONA+ എന്ന് വരും. സോഡിയം സോൾട്ട് ഫോമിലാണ് ഉണ്ടാവുക. പിന്നെ ബീറ്റ ലാക്ടമേസിൻ്റെ ഇൻഹിബിറ്റർ ആണ് നമ്മൾ പറഞ്ഞു. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിസിലിനുമായിട്ട് കോമ്പിനേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക ഗൈനക്കോളജിക്കൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലാവുലാനിക് ആസിഡും സൾബാക്റ്റും ആണ് നോക്കിയത്. അടുത്തതാണ് ടെസോബാക്റ്റം. ടെസോബാക്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്താ? സൾബാക്റ്റത്തിൽ നിന്ന് ഈ ഒരു പൊസിഷനിലാണ് എന്ത്? ടെസോബാക്റ്റത്തിന് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇതും ബീറ്റ ലാക്ടമേസിൻ്റെ ഒരു പൊട്ടന്റ് ഇൻഹിബിറ്റർ ആണ്. വീക്ക് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ആണ് ഇതിനുള്ളത്. പിന്നെ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണ് കമ്പയർ ടു ക്ലാവുലാനിക് ആസിഡ്. ക്ലാവുലാനിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണുള്ളത്. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്രാസിലിനായിട്ട് കോമ്പിനേഷനായിട്ട് കൊടുക്കുന്നുണ്ട്. IV റൂട്ടിലാണ് നമ്മൾ കൊടുക്കുക. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, അപ്പൻഡിസൈറ്റിസ്, ഡയബറ്റിക് ഫുഡ് ഡിസീസസ്, ഇതിനൊക്കെയാണ് നമ്മൾ ടെസോബാക്റ്റം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ എന്താണ് മോണോബാക്റ്റം പറഞ്ഞു. അതൊരു ബീറ്റ, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിരുന്ന ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത് തന്നെയാണ്. അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, 2 ഡ്രഗ്സ് ആസ്ട്രിയോണം ടിഗ്മോണ, അതിൻ്റെ സ്ട്രക്ചർ, ADR യൂസസ്, പിന്നെ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു. അത് എന്താണെന്നും അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടും മെക്കാനിസം ഓഫ് ആക്ഷനും SARഉം ഡ്രഗ്സ് 3 ഡ്രഗ്സ് ആണ്: ക്ലാവുലാനിക് ആസിഡ്, സൾബാക്റ്റം, ടെസോബാക്റ്റം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത ടോപ്പിക്കായിട്ട് അമിനോഗ്ലൈക്കോസൈഡ് ടെട്രാസൈക്ലിൻ 2 ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാർമ ഫോക്കസിൽ കൂടെ വീണ്ടും കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.